ലൈവിൽ കയറുന്നില്ലേ? കോൺസ്റ്റബിളെ മുട കാണിക്കല്ലേ, ഞാൻ സ്കറിയുടെ ആളാണ്. ആണോ? ഗോവിന്ദ, താൻ ആരെയാണ് ഇപ്പൊ ചാണകക്കുഴിയിലോട്ട് പറത്തി വിട്ടത്? അതാരോ ചാണകം കോരാമെന്ന് സാറേ. അവനെ നടക്കാൻ കാര്യം വയ്യ, അതുകൊണ്ട് പറത്തി വിട്ടു. ഇലക്ഷന്റെ രാവിലെ തന്നെ നീ അരി പൊടിപ്പിച്ച് തുടങ്ങിയല്ലേ ഗോവിന്ദ? പൊടിപ്പിക്കൽ മാത്രമല്ല സാർ, ഇന്ന് അരി വറക്കലും കാണും. മോനെ ഗോവിന്ദ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാം, നീ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. ഭ്രാന്താണെങ്കിൽ നമുക്ക് ആദ്യമേ ചികിത്സിച്ച് മാറ്റാം. എന്നാൽ സാറിനോടുള്ള ഇഷ്ടം കൂടി ഞാൻ പറയാം. സാർ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കണം. സാറിന് നട്ടിന് പകരം വാഴപ്പിണ്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ പോട്ടെ, താൻ ആർക്കിട്ടാ കുത്തുന്നേ? നല്ല നെഞ്ചാങ്കൂടെ കിട്ടിയ ആർക്കിട്ടായാലും ഞാൻ കുത്തും. തനിക്ക് അരി പിടിപ്പിക്കുന്നത് കുത്തണ കാര്യം വിചാരമുള്ളൂ? ഇല്ല, വിശക്കാൻ നേരത്തെ മുട്ട കയറ്റാൻ വിചാരമുണ്ട്. ഗോവിന്ദ, ആർക്ക് വോട്ട് കൊടുക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. നേരും നെറിയും കാണിക്കുന്നവന് അപ്പൊ താൻ വോട്ട് ചെയ്യണ്ട. പിന്നെ ഗോവിന്ദ, ഉച്ചയ്ക്ക് ശേഷം ഈ പോളിംഗ് ബൂത്തിലോട്ട് ഒരു 50 പേര് വരും. എന്തോ കാണിക്കാനാണ്. നമ്മളൊന്ന് കണ്ണടച്ചേക്കണം. അടയ്ക്കാം സാർ, വരുന്ന എല്ലാത്തിന്റെയും കണ്ണ് ഞാൻ അടപ്പിച്ചോളാം. ആളാണ്. സാറേ, ഒരു 50 കുഴിയെടുത്തിട്ടോ അവന്മാരെ കുഴിച്ചു മൂടാൻ. 51 കുഴപ്പമുണ്ടോ ഗോവിന്ദ? കുഴപ്പമില്ല, സാറിന് ഞാൻ തിളക്കിക്കോളാം.